ദൈവത്തിന് മഹത്വം. ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ആ വാക്യമാണല്ലോ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ. ഈ ലോകം ഒരിക്കലും ഒരു പൂർണ്ണമായ സമാധാനമോ സന്തുഷ്ടിയോ തന്റെ ജനത്തിന് നൽകുകയില്ല എന്ന് വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് അസന്നിഗ്ധമായി ഇവിടെ പറയുകയാണ്. ഈ ലോകം നിങ്ങൾക്ക് തരുന്നത് കണ്ണുനീരുകളും വേദനകളും ദുഃഖങ്ങളും മാത്രമായിരിക്കും. എന്നാൽ അവിടുന്ന് അരുളി ചെയ്തത് താന് ഇപ്രകാരം പറയുന്നു, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന്. അഥവാ യേശു ക്രിസ്തുവിൽ മാത്രമേ യഥാർത്ഥമായ ഒരു സമാധാനം മനുഷ്യന് അനുഭവിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. തന്നെ ക്രൂശിക്കുന്നതിന്റെ തലേ രാത്രിയിൽ അവിടുന്ന് അരുളി ചെയ്തതായ വാക്കുകളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നിങ്ങൾ ഓരോരുത്തരും താന്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു, വന്നും ഇരിക്കുന്നു എന്ന് കർത്താവ് അവരോട് അതിന്റെ മുമ്പിലത്തെ വാക്യത്തിൽ പറയുകയാണ്. ആ സന്ദർഭം നമുക്കറിയാം. ശിഷ്യന്മാരെല്ലാം പല വഴിക്ക് അവരോടുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, യഥാർത്ഥമായ ഒരു സമാധാനം നമുക്ക് ലഭിക്കണമെങ്കിൽ അത് യേശുവിൽ കൂടി മാത്രമാണ്. ലോകം എന്നും നമുക്കെതിരാണ്, അതെന്നും നമ്മുടെ ശത്രുവാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ നിശ്ചയമായിട്ടും അവൻ ഈ ലോകത്തിൽ ചില പ്രയാസങ്ങളുണ്ട്, അത് സത്യം തന്നെയാണ്. കാരണം യേശു കർത്താവിന് ഈ ലോകം കൊടുത്തത് ക്രൂശാണ്, ചമ്മട്ടിയാണ്, ഉൾക്കിരീടമാണ്, വേദനകൾ മാത്രമാണ് നൽകിയത്. അതെന്തിനു വേണ്ടി? നമ്മുടെ വേദനകളെ അകറ്റുവാൻ, നമ്മുടെ അസ്വസ്ഥതകളെ അകറ്റുവാൻ. അതുകൊണ്ട് ചില കഷ്ടങ്ങളോ ചില വേദനകളോ ഇന്ന് അനുഭവിക്കുന്നെങ്കിൽ, ചിലപ്പോൾ രോഗമായിരിക്കാം, ദുഃഖമായിരിക്കാം, മറ്റ് ഭവനത്തിലെ ചില വേദനകൾ, തലമുറകളെ കുറിച്ചുള്ള കഷ്ടങ്ങളായിരിക്കാം, പ്രയാസങ്ങളായിരിക്കാം. എന്തു തന്നെയായിരുന്നാലും ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഈ ലോകം നിങ്ങൾക്ക് കഷ്ടത മാത്രം തരുമ്പോൾ എന്നിൽ നിങ്ങൾക്ക് ശാശ്വതമായ ഒരു സമാധാനമുണ്ട്. അവിടുന്ന് യഥാർത്ഥ സമാധാന പ്രഭുവാണ്. തന്റെ ജനനത്തിങ്കൽ അതാണ് ആ മാലാഖമാർ പാടുവാനായിട്ട് ഇടയായി തീർന്നിട്ടുള്ളത്. അതെ പ്രിയമുള്ളവരെ, ആ കർത്താവിൽ പൂർണ്ണാശ്രയം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കർത്താവിൽ പൂർണ്ണമായി ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനം